ഇനി ദ്രവ്യം എടുത്തു വച്ചോളൂ. ഇനി നന്നായി പ്രാർത്ഥിച്ചോളൂ. വസുമതി കൂടെ ഇവിടെ ഉണ്ടാവേണ്ടതായിരുന്നു അല്ലേ? അടിയൻ ഹാജരുണ്ട്. അടിയൻ ഹാജരുണ്ട് ശാരദാമ്മേ. നിങ്ങൾ ഒരിക്കൽ ഈ സീൻ കാണാൻ. പക്ഷേ ഇവൾക്ക് തുലാഭാരം നടത്താൻ പഴത്തിന് പകരം പാഷാണമായിരുന്നു കുറച്ചുകൂടി നല്ലത്. വാട ഇവിടെ. അവന്റെ ഒരു തുലാഭാരം. വരാൻ ഇങ്ങോട്ട്. അർജുനേട്ടാ, ഇങ്ങോട്ട് വരാൻ. വീടമ്മേ. വസുമതി, വസുമതി. വസുമതി, എന്താ ഇത്? നിങ്ങൾ മിണ്ടരുത് ശാരദാമ്മേ. മിണ്ടാൻ നിങ്ങൾക്ക് അവകാശമില്ല. എന്റെ മകന്റെ ജീവിതത്തിൽ ഇത് 2ാം വട്ടോ നിങ്ങൾ കയറി കൈ കടത്തുന്നത്. ആദ്യം അവന്റെ അമ്മ അറിയാതെ ദാമ്പത്യ പൂജ നടത്തി. ആ, പുതിയ ആളായതുകൊണ്ടാവും. ഞാൻ വസുമതി കുഞ്ഞമ്മ, പുത്തേഴത്തെയാ. ഓ, കേട്ടിട്ടുണ്ടാവും. ഇല്ല, ഇപ്പൊ കേട്ടു. തിരുമേനി വലിയ ഫലിതപ്രിയനാണെന്ന് തോന്നുന്നല്ലോ. അമ്പല കമ്മിറ്റി പ്രസിഡന്റിനോടും ട്രഷററോടും ഒക്കെ ചോദിച്ചാ മതി. അവർക്കൊക്കെ വസുമതി കുഞ്ഞമ്മയെ അറിയാം. ഈ വർഷം ഇവിടുത്തെ ഉത്സവം നടത്തുന്നത് തെക്കേക്കരക്കാരല്ല, പുത്തേഴത്തെ വസുമതി കുഞ്ഞമ്മയാ. എന്നാ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ജോലിയുണ്ടേ. ഒന്ന് നിക്കണം തിരുമേനി. ദാ, ഇതൊന്ന് പൂജിച്ചു തരണം. ഇവന്റെ വിവാഹ ക്ഷണക്കത്താ. ഇതെന്റെ മകൻ അർജുൻ ശങ്കർ. തെക്കിൻകൂർ കോവിലകത്തെ ഗോപികൃഷ്ണന്റെയും അംബാലിക കുഞ്ഞമ്മയുടെ മകൾ റോഷ്നിയാണ് വധു. ഒന്ന് പ്രത്യേകം പരിഗണിച്ച് പൂജിക്കണം. സാധാരണ ചെയ്യാറുള്ള പൂജ ചെയ്യാം, അല്ലാതെ കോവിലകത്തിന് വേണ്ടി പ്രത്യേക പൂജയൊന്നുമില്ല. ഇയാളേതോ വ്യാജ പൂജാരിയാണെന്ന് തോന്നുന്നു. പുത്തേഴത്തുകാരെ കുറിച്ച് കേട്ടിട്ടില്ലാത്ത പൂജാരിമാരുണ്ടോ? ഡംഭൻ. എന്തായാലും പ്രാർത്ഥിച്ചേക്കാം. എന്ത് കാഴ്ചയാണ് നിൽക്കുവാടാ? തൊഴടാ. ഒടുവിൽ ഒരു തൊട്ടിലെടുത്ത് ആൽമരത്തിൽ കെട്ടുന്നതോടെ പൂജാവിധികൾ പൂർണ്ണമായി. ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ചാണ് തൊട്ടിൽ കെട്ടേണ്ടത്. വാടാ. ഇടം വരാൻ ഇങ്ങോട്ട്. അമ്മ വരാൻ. ഇടം വരാൻ. അമ്മ കേറ്. കേറാനല്ലേ പറഞ്ഞ? കേറ്. കേറങ്ങോട്ട്.
പറയടി, എന്താ ഇവിടെ? കൈവിട് ശാലിനി, ഞാൻ പറയാം. പറയടി, നിനക്ക് എന്താ ഇവിടെ കാര്യമെന്ന്? ഞാൻ അമ്പലത്തിൽ തൊഴാൻ വന്നതാ. അല്ല, നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നോ? തൊഴാൻ വന്നവൾക്ക് എന്താ തൊട്ടിലിന്റെ അടുത്ത് കാര്യം? ഞാൻ തൊട്ടിലിന്റെ ഭംഗി നോക്കിയതാ. ഭംഗി നോക്കിക്കോ, പക്ഷെ തൊട്ടിലിന് എന്തെങ്കിലും സംഭവിച്ച നിന്നെ ഞാൻ പെട്ടി കിടത്തും, മനസ്സിലായോ? വേണ്ട, വിട്, ഞാൻ ബെഡിൽ കിടന്നോളാം. എന്നാ പോകാൻ. അല്ല ശാലിനി, ഒരു സംശയം. ഈ തൊട്ടിലെന്തിനാ കെട്ടിയിരിക്കുന്നേ? അതെ, നിന്നെ ഉടനെ കെട്ടിച്ചു വിടുമെന്നാണല്ലോ സത്യാമ്മ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിനക്ക് കുട്ടിയുണ്ടാവുമല്ലോ. അപ്പൊ നിന്റെ സുഖപ്രസവത്തിനുള്ള വഴിപാടാണെന്ന് കൂട്ടിക്കോ. രണ്ടും നടന്നത് തന്നെ. ആത്മഗതം പറഞ്ഞ് വെറുതെ സമയം മെനക്കെടുത്താതെ പോ. ഇനി മേലിൽ നിന്നെ ഈ ഭാഗത്ത് കണ്ടുപോരുത്. നിശ്ചയത്തിന് അച്ഛൻ 30 പവൻ പൊന്നുകൊണ്ടുവന്നില്ലേ? അതിങ്ങി തന്നാലും മതി. എടി, അത് നീയാണോ തീരുമാനിക്കുന്നത്? ശാരദേ, അതുകൊണ്ട് മൊത്തം തുക തികഞ്ഞില്ലെങ്കിലും ബാക്കി രാജീവ് സാറ് കൈ നിട്ടോളും. എടി, സ്ത്രീധന തുക കൊണ്ട് ആ കടം വീട്ടാൻ സാറിന് ഇഷ്ടമല്ലെങ്കിലോ? സാറിന് അതൊരു കുറച്ചിലായിട്ട് തോന്നിയാലോ? അമ്മയോട് സാർ അങ്ങനെ പറഞ്ഞോ? നിശ്ചയത്തിന്റെ സമയത്ത് 30 പവന്റെ പൊന്നു കൊണ്ടുവന്നപ്പോ സാറിന് അത് സ്ത്രീധനമെന്ന് മനസ്സിലായില്ലേ? ഒരു മണിക്കൂറിനുള്ളിൽ സ്വർണം തിരികെ കിട്ടണമെന്ന് വിജയമ്മ ബലം പിടിച്ചപ്പോ ഒരു കുറച്ചിലും തോന്നിയില്ലല്ലോ. അന്ന് തോന്നാത്ത കുറച്ചിലൊന്നും ഇനിയും തോന്നേണ്ട കാര്യമൊന്നുമില്ല. അയ്യോ, ഇവിടെ വേണ്ടാത്തൊക്കെ ചോദിച്ച് വിഷമിപ്പിച്ചുകൊണ്ടാണോ ഊണ് മതിയാക്കിയത്? അല്ല, എനിക്ക് നേരത്തെ തന്നെ നിറഞ്ഞൊന്ന് പറഞ്ഞാലേ. നിനക്ക് എന്തിന്റെ അസുഖടി? ആരോട് എന്താ സംസാരിക്കേണ്ടെന്ന് അറിയില്ലേ? അമ്മയൊന്നും ചുമ്മായിരുന്നേ. എനിക്ക് അവകാശപ്പെട്ടത് തന്നെ ഞാൻ ചോദിച്ചത്. അമ്മയ്ക്ക് സ്ത്രീധനം കിട്ടിയ സ്വർണ്ണമല്ലേ ഇപ്പൊ രാജേശ്വരിയുടെ അലമാര ഇരിക്കുന്നേ. നിനക്ക് ശാരികമോള് പറഞ്ഞ ശരി തന്നെ ശാരദേ. അവക്ക് അവകാശപ്പെട്ടതല്ലേ അവള് ചോദിച്ചത്. ചോദിക്കണം, അവൾക്ക് ജീവിക്കാനുള്ള കാലമല്ലേ ഇത്. ശാരദയ്ക്ക് സ്ത്രീധനമായി കിട്ടിയ സ്വർണം ഞാൻ കൊണ്ടുപോയി എന്നുള്ളത് ശരി തന്നെ. അതിൽ നിന്ന് 1 ഗ്രാം എടുത്തിട്ടോ ചെലവാക്കിയിട്ടോ ഇല്ല. പക്ഷേ ഇപ്പൊ അതിന്റെ മേല് കണ്ണും കണക്കുമുണ്ട്. അത് പഴയതുപോലെ എടുത്തോണ്ട് വരാൻ പറ്റുമെന്നറിയില്ല. പക്ഷെ എല്ലാത്തിനും ഒത്തുതീർപ്പിന്റെ ഒരു വഴിയുണ്ടാവും. മോക്ക് അച്ഛനൊരു ഉറപ്പ് തരാം. ഈ പ്രശ്നം അച്ഛൻ പരിഹരിച്ച് തന്നിരിക്കും. എന്നാ പോട്ടെ ശാരദേ. ശരി മോളെ. എടി, ഇപ്പൊ എന്റെ മോക്ക് സന്തോഷമായല്ലോ അല്ലേ? പിന്നെ ഭയങ്കര സന്തോഷമായി. ചില മുഖ്യമന്ത്രിമാരൊക്കെ പറയുന്ന പോലെ പരിഹരിക്കാന്നുള്ള ഉറപ്പല്ലേ ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. സത്യാമ്മയെ പോലെ ഒരാള് ഇങ്ങനെ ഒരെണ്ണം എങ്ങനെ സെലക്ട് ചെയ്യുമെന്ന് ആലോചിക്കുമായിരുന്നു ഞാൻ. അതെന്താ അങ്ങനെ പറയുന്നേ? പറയാതെ പിന്നെ വിഷ്ണുവേട്ടൻ കണ്ണു പൊട്ടനാണോ എന്നാ എനിക്ക് മനസ്സിലാവാത്ത. ഇതിന്റെ കളർ ഒന്ന് നോക്കേ, ഇതെനിക്ക് എങ്ങനെ മാച്ച് ആവാനാ? ഭയങ്കര ബോറ്. പിന്നെ ഈ ഡിസൈനും മെറ്റീരിയലും കോമൺ സെൻസുള്ള ആരെങ്കിലും ഇതുപോലെ ഒന്ന് സെലക്ട് ചെയ്യോ? പിന്നെ മുന്താണി നോക്കിയേ, പ്ലെയിൻ ആയിപ്പോയി.
ഇനിയിപ്പൊ കുഞ്ചലുമെങ്കിലും വെച്ചിരുന്നെങ്കിൽ കുറച്ചെങ്കിലും നന്നാവുമായിരുന്നു. പോരാത്തന് ബ്ലൗസ് പീസ് പോലും ഇല്ലേ ഈ സാരിക്ക്. എന്റെ ദൈവമേ, ഈ സാരിക്ക് ഇത്രയും പ്രശ്നങ്ങളുണ്ടായിരുന്നാ? എടോ സോറിടോ, ഞാൻ അയാൾക്ക് ഇഷ്ടപ്പെടുന്ന കരുതിയിട്ട് നോക്കിയെടുത്തതാ. പക്ഷെ ഇനിയിപ്പോ അത് പോട്ടെ. എന്താ പിന്നെ അടുത്ത് തന്നേക്ക്, ഞാനിത് അമ്മയ്ക്ക് തിരിച്ചു കൊടുക്കാം. അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ. എന്നിട്ട് തനിക്ക് ഇഷ്ടമുള്ള വാങ്ങാം. അത് വേണ്ട, അങ്ങനെ ഇപ്പൊ തരാൻ മനസ്സില്ലെങ്കിലോ? ഇതേ എനിക്ക് എന്റെ ഭർത്താവ് സെലക്ട് ചെയ്ത് തന്നതാ. അതങ്ങനെ അങ്ങ് തിരിച്ചു കൊടുക്കാനൊന്നും പറ്റില്ല. എന്റെ ഭർത്താവിന്റെ ഇഷ്ടം തന്നെയാ ഇനി എന്റെ ഇഷ്ടം. സാരി ഇഷ്ടായില്ലാന്ന്. അത് പിന്നെ ഞാനൊരു നമ്പർ ഇട്ടല്ലേ. ഭർത്താക്കന്മാര് ഗിഫ്റ്റ് കൊടുക്കുമ്പോ ഭാര്യമാരിടുന്ന സ്ഥിരം നമ്പർ. അല്ലെങ്കിൽ തന്നെ വിഷ്ണുവേട്ടൻ സെലക്ട് ചെയ്യുന്ന എന്തെങ്കിലും എനിക്ക് ഇഷ്ടമാവാതിരുന്നിട്ടുണ്ടോ ഇതുവരെ? ഇതാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട നിറം, ഡിസൈൻ, മെറ്റീരിയൽ കണ്ട എല്ലാം സൂപ്പറാ. ഷർട്ട് വാങ്ങാൻ ശാലിനി വിഷ്ണുവേട്ടനെ നിർബന്ധിക്കണമെങ്കിൽ അതിലെന്തോ ഒരു കെണിയുണ്ടല്ലോ. അതെന്താന്ന് അറിഞ്ഞിട്ടേ ഇവിടുന്ന് പോകാവൂ. എടോ ശാലിനി, താൻ എന്തിനാ എന്നെ വെറുതെ? അല്ല, അവളെ എനിക്ക് ഷർട്ട് വാങ്ങിച്ചോണ്ടിരുന്നേ? ആര് പറഞ്ഞിട്ട്? സുസ്മിത അവിടെ നിക്ക, നമ്മൾ പറയുന്നത് കേക്കില്ലേ അവള്? എന്താ രണ്ടും കൂടി ഒരു സ്വകാര്യം? പുറത്തിറങ്ങുന്നില്ലല്ലോ. മിണ്ടാതിരിക്കെ, ബഹളം ഉണ്ടാക്കല്ലേ. ഒരു മിനിറ്റ്. ഇതാ വിളിക്കാൻ. ആരെ? രോഹിത്തിനെ വിളിക്കാൻ. ഹലോ. ഹലോ രോഹിത്, ഇയാള് താഴെ ഉണ്ടോ? ഉണ്ട്. മുകളിലേക്ക് ഒന്ന് വരാവോ എന്റെ റൂമിലേക്ക്? ഇതാ വരുന്നു. ഓ. ഷെടാ, ഈ മാറിന് എന്തിനാ ഇവിടേക്ക് കയറി വരുന്നേ? വേണ്ട, ഞാൻ പറയാം. ഞാൻ രോഹിത്തിനൊരു ഷർട്ട് ഗിഫ്റ്റായി കൊടുത്തതാ. രോഹിത്തിന് പാസ് മാർക്ക് കിട്ടി. ഇനി ഗ്രേസ് മാർക്ക് കിട്ടുമെന്നുള്ളവന്റെ കഴിവിനനുസരിച്ചിരിക്കും. ഇത് പൊളിക്കും. നോക്കട്ടെ. രോഹിത്തേട്ടനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന, രോഹിത്തേട്ടന് വേണ്ടി ജീവൻ പോലും ത്യജിക്കാൻ തയ്യാറായ ഒരു പെൺകുട്ടി ദാ ഏട്ടന്റെ കൺമുന്നിൽ തന്നെയുണ്ട്. ഈ ഷർട്ട് എനിക്ക് തരുമോ ആന്റി? നിനക്കെന്തിനാ ഈ ഷർട്ട്? അതൊക്കെ ഉണ്ട്. ആന്റി എനിക്ക് ഷർട്ട് തരുവോ ഇല്ലയോ എന്ന് പറഞ്ഞാ മതി. ഓ, നീ ഇത് രോഹിത്തിന് വേണ്ടി വാങ്ങിയതാ? അതെ ആന്റി, പാവല്ലേ, വേറെ ആരാ ഷർട്ടൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ? അതെ അതെ, ഉണ്ടായിരുന്നവര് ചതിച്ചിട്ട് കടന്നു കളഞ്ഞില്ലേ? അയ്യോ, ആ അർത്ഥത്തിലൊന്നും അല്ല ആന്റി. ദീനാനുകമ്പയും ഭൂതതയൊക്കെ കൂടുതലുള്ള ഒരാളാ ഞാൻ. നിന്റെ ദീനാനുകമ്പയും ഭൂതദയൊക്കെ കുഞ്ഞുനാള് മുതലേ കാണുന്നവളല്ലേ സുസ്മിത ഞാൻ. ഒരു കല്ല് പെൻസിലോ നാരങ്ങ മുട്ടായോ ഇവളാർക്കും വെറുതെ കൊടുത്തതായിട്ട് ഞാൻ കേട്ടിട്ടില്ല അന്ന് മുതല്.
രോഹിത് കുറച്ച് പാടുപെടേണ്ടി വരും. ആന്റി എന്തൊക്കെയാ പറയുന്നേ? എനിക്കിതെല്ലാം മനസ്സിലാവുന്നുണ്ട്. ഞാൻ കണ്ണുപൊട്ടിയൊന്നും അല്ല. എനിക്ക് ഗ്രേസ് മാർക്കിന്റെ ആവശ്യമില്ല, ഫുൾ A+. ഇത് കണ്ടിട്ടേ പെട്ടെന്നൊരു സിനിമ ഡയലോഗ് ഓർമ്മ വരുന്നേ. ഇയാൾ ഇത്ര കാലം എവിടെയായിരുന്നു? ശരിയാ, ഈ മതളകിയ കൊമ്പനെ തിളയ്ക്കാനേ മാതംഗ ശാസ്ത്രം പഠിച്ചവരെന്നെ വേണല്ലോ. അവള് പെട്ടു. അതെ, ഇനി വേണമെങ്കിൽ ഈ ഷർട്ട് നീ തന്നെ വെച്ചോ. താങ്ക് യു മാഡം. സംശയം എന്താ? വല്യേച്ചിയെ പോലെ തന്നെ കല്യാണം കഴിപ്പിച്ചു വിട്ടതാ കുഞ്ഞേച്ചിയെ. 10ന്റെ പൈസ ചോദിച്ചോണ്ട് കുഞ്ഞേച്ചി ഇതുവഴിങ്ങാനും വരുന്നുണ്ടോ? അമ്മയുടെ സ്ത്രീധന തുകയുടെ കണക്ക് പറഞ്ഞ് ഉപേക്ഷിച്ചു പോയ അച്ഛന്റെ വീടിന്റെ അലമാര തപ്പുന്നില്ലല്ലോ. പരമ കഷ്ടം തന്നെ. കെട്ടിച്ചു വിട്ട ഭർത്താവിന്റെ നട്ടലിന്റെ സ്ഥാനത്ത് വാഴ നാരാണെന്നേ പറയുള്ളൂ നാട്ടുകാര്. നാണക്കേട്. ഞാൻ നാണക്കേട് ഉണ്ടാക്കി അല്ലേടി? നാട്ടുകാരുടെ മുഖത്ത് നോക്കാൻ പറ്റാത്ത ഒരു പ്രവൃത്തിയും ശാരിക ഇതുവരെ ചെയ്തിട്ടില്ല. കെട്ടിച്ചു വിടുന്നതിന് മുമ്പും ശേഷവും. കണ്ട പയ്യന്മാരുടെ ബൈക്കിന് പുറകിലൊന്നും ശാരിക ഊരി ചുറ്റാൻ പോയിട്ടില്ല. ആരുടെങ്കിലും കൂടെ പോയിട്ടുണ്ടെങ്കിൽ അതൊരാളുടെ ഒപ്പമാ, എന്റെ രാജീവ് സാറിനൊപ്പം. സാറിന്റെ നട്ടലിപ്പം നിനക്ക് ബലം പോരല്ലേടി? സാറിന്റെ നട്ടലിന്റെ സ്ഥാനത്തെ വാഴനാടായിരുന്നെങ്കിലേ ഇപ്പൊ മയക്കുമരുന്ന് അടിച്ച് ചീഞ്ഞു നോറി കടന്നേനെ നീ. അല്ലെങ്കില് ശാരി എന്നെ കൊണ്ടൊന്ന് പറയിക്കരുത് നീ. എന്തു പറയുന്നു? എന്തു പറയുന്നു? നീ എന്തു പറയുന്നു? മതി, രണ്ടാളും നിർത്തിക്കേ. ഇവള് പറയട്ടെ. ഇവളോ? അതെ, എന്താ നിനക്ക് പറയാനുള്ളതെന്ന്? നിന്റെ ഭ്രാന്തൊന്നും എന്റെ അടുത്ത് വേണ്ട. അതെ, എനിക്ക് ഭ്രാന്താ, ഭ്രാന്ത്. അത് തന്നെ ഐഡിയ. വിഷ്ണുവേട്ടൻ എന്റെയാ. ഇപ്പൊ ശരിയാക്കി തരാം. ഒന്നും അറിയാത്ത പോലെ നടന്നു ചെന്ന് വെള്ളത്തിൽ ചവിട്ടി വിഷ്ണുവേട്ടന്റെ ദേഹത്തേക്ക് വീഴാം. രോഹിത് അന്വേഷിച്ചുകൊണ്ടിരുന്ന പെൺകുട്ടിയെ കണ്ടെത്തിയോ? നിന്നെ വഞ്ചിച്ച് കടന്നു കളഞ്ഞോളെ? ഇല്ല സത്യാമ്മേ. അവളെ കണ്ടെത്താൻ കഴിയുന്നുള്ള വിശ്വാസം നിനക്കുണ്ടോ? അതിനാണ് സത്യാമ്മേ ശ്രമം. അവളെ മറക്കാൻ കഴിയോ എന്നേക്കുമായിട്ട്?
ഞാനൊരു കാര്യം പറഞ്ഞ രോഹിത് കേൾക്കൂ? സത്യമ്മ പറയണം. നമ്മൾ ഇഷ്ടപ്പെടുന്നവരെ അല്ല രോഹിത് കല്യാണം കഴിക്കേണ്ടത്, നമ്മളെ ഇഷ്ടപ്പെടുന്നവരെയാ. ഈ സത്യഭാമ ലോകം കുറെ കണ്ടതാ. അങ്ങനെ ഒരു പെൺകുട്ടി വന്ന രോഹിത് വിവാഹത്തിന് സമ്മതിക്കണം. എന്താ, സമ്മതമല്ലേ? ആ, സമ്മതമാണ് സത്യമ്മേ. ആ, രോഹിത്തിന്റെ അമ്മയുടെ നമ്പർ എന്ന് പറഞ്ഞേ. സന്തോഷമായിരിക്കും രോഹിത്. നിന്റെ വിവാഹം ഉടൻ തന്നെ നടക്കും, നല്ലൊരു പെൺകുട്ടിയുമായിട്ട്. ചായ ആയില്ലേ രാജി? വെള്ളം വെച്ചിട്ടേ ഉള്ളു ശാന്തേ. ആ, പൈസ പൈസ ഈശ്വര, അതെവിടെ പോയി? ശാരി, എടി ശാരി, എന്താ അമ്മേ? നീങ്ങി വന്നേ. എന്താ ശാരദാമ്മേ? അവള് വരട്ടെ. എന്താ അമ്മേ? എടി, നീ ഡ്രോയിന്ന് പൈസ വല്ലതും എടുത്തോ? ഞാൻ എടുക്കാനോ? എപ്പോ? നീ ചോദിക്കുന്നതിന് മറുപടി പറ. ഞാൻ അതിൽ 8,000 രൂപ എണ്ണി മാറ്റി വച്ചിരുന്നതാ, അതിപ്പോ കാണാനില്ല. അയ്യോ, എനിക്കറിയില്ല. ഞാനിപ്പോ ഈ കൗണ്ടറിൽ ഒന്നും ഇരിക്കാറ് പോലും ഇല്ലല്ലോ. അല്ല ശാരദാമ്മേ, ഇതിനുള്ളിൽ തന്നെയാണോ വെച്ചത്? അതേന്ന് പറഞ്ഞില്ലേ? അതില് 5,000 ചിട്ടിക്കുള്ള കാശാ. രാവിലെ ബലരാമൻ വന്ന് ചോദിക്കുമ്പോ ഞാൻ ഇതിനുള്ളിൽ തന്നെ വച്ച് പൂട്ടിയതാ. താക്കോലി വെക്കുന്നത് അമ്മയുടെ തലയാണിക്കടിയിലല്ലേ, പിന്നെ ആരെടുക്കാനാ? നീ ഒന്ന് മാറിക്കേ. എവിടെയാണോ മോള്? ശാരദാമ്മ പണം ഇവിടെ പൂട്ടിവെച്ച് പോയി കഴിഞ്ഞും ഹോട്ടലിൽ ആളുണ്ടായിരുന്നല്ലോ. എന്നാലും താക്കോലില്ലാതെ എങ്ങനെ ശാന്തേ? പൂട്ടൊന്നും പൊളിച്ചിട്ടില്ലല്ലോ. പഠിച്ച കള്ളന്മാർക്കും കള്ളികൾക്കും ഒക്കെ പൂട്ട് തുറക്കാൻ പൊളിക്കണമെന്നൊന്നുമില്ല. അവർക്കൊക്കെ ഒരു സ്ലൈഡ് കിട്ടിയാലും മതി. അമ്മയോട് ഞാൻ പറഞ്ഞതാ, ആവശ്യമില്ലാത്ത വയ്യാവലിയൊന്നും വലിച്ചു വെക്കരുതെന്ന്. ഇനിയിപ്പൊ പറഞ്ഞിട്ടെന്തിനാ? ഇത്രയല്ലേ പോയുള്ളൂ എന്ന് സമാധാനിക്ക്. പെട്ടെന്ന് പറഞ്ഞു വിടാൻ നോക്കൂ. അപ്പൊ പോയ കാശോ? അതൊക്കെ ഇപ്പൊ എത്താനുള്ളിടത്ത് എത്തി കാണും. അങ്ങനെ എത്താൻ പറ്റില്ലല്ലോ, അധ്വാനിച്ചുണ്ടാക്കിയ കാശാ. അതെ, നിങ്ങളിങ്ങി വന്നേ. അച്ചായ, അച്ചായ, നീ ഇവിടെ കച്ചവടത്തിനാ വന്നിരിക്കുന്നത്, അല്ലാതെ പക വീട്ടാനല്ല. കാശ് വാങ്ങിച്ചിട്ട് സാധനം എടുത്തോടാ.
എന്നാലും അച്ചായ, അവൾക്ക് വേണ്ടി അച്ചായൻ എന്നെ. അവൾക്ക് വേണ്ടി അല്ലടാ, ഇത് നമുക്ക് വേണ്ടി തന്നെയാ. ഇത്രയും കാലത്തെ കച്ചവടത്തിനിടയിൽ എനിക്കോ നിനക്കോ പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വന്നിട്ടുണ്ടോ? ഇല്ല. മരുന്ന് കിട്ടാതെ ആത്മഹത്യ ചെയ്തവരും കെട്ടിത്തൂക്കപ്പെട്ട ഒറ്റുകാരുമുണ്ട്. അതിനൊന്നും പിന്നാലെ മണം പിടിച്ച് വന്നിട്ടില്ല ഒരു പോലീസ് പട്ടി. പക്ഷേ അതിനെല്ലാം വഴിവെച്ചത് ഇവൾ ഒരുത്തിയ. ഡി അഡിക്ഷൻ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ് ഫ്രഷ് ആയിട്ട് നിൽക്കുന്ന ഇവളെ ഇപ്പോ നമുക്ക് വേണോടാ. വളർത്താനല്ല, കാൽ കീഴിലിട്ട് ചവിട്ടി മെതിക്കാൻ. ഒരു നേരം മയക്കുമരുന്നില്ലെങ്കിൽ ഭ്രാന്ത് പിടിച്ച് അലറണം അവൾ. അല്ലെങ്കിൽ രക്ഷകരായി ചുറ്റും നിൽക്കുന്ന ആരുടെയെങ്കിലും കഴുത്തിലേക്ക് കഠാര ഇറക്കണം. തടിയൂരുകയല്ലടാ, ഉയരെടുക്കും. പോലീസും എക്സൈസും ഒന്നും അല്ല ഈ ഹേമലത. കേരള മാർക്കറ്റിലെ മയക്കുമരുന്ന് കച്ചവടത്തിന്റെ അപ്സ് ആൻഡ് ഡൗണിനെ കുറിച്ച് പോൾസൺ എന്ന സബ് സ്റ്റാൻഡേർഡ് ഡ്രഗ് പെഡ്ലർ എനിക്ക് ക്ലാസ് എടുക്കണ്ട. ഇന്റർനാഷണൽ മാർക്കറ്റിൽ അങ്ങ് ദുബായിലെ ഡാൻസ് ബാറുകൾ മുതൽ ലോക്കൽ മാർക്കറ്റിൽ ഇങ്ങ് SR കോളേജിലെ വാഗമര ചുവട് വരെ എത്ര രൂപയ്ക്ക് മയക്കുമരുന്ന് കച്ചവടം നടക്കുന്നുണ്ടെന്ന് ഈ ഹേമലതയ്ക്ക് അറിയാം. അതുകൊണ്ട് കൂടുതൽ വിളവെടുക്കാൻ നിൽക്കണ്ട പോൾസ. എത്ര പാക്കറ്റ് വിറ്റെന്നും അതിൽ നിന്ന് നമ്മുടെ സിൻഡിക്കേറ്റിന് എത്ര കിട്ടിയെന്നും പോൾസിന്റെ പോക്കറ്റിലേക്ക് എത്ര ചോർന്നെന്നും പറഞ്ഞു തരട്ടെ ഞാൻ. വേണ്ട വേണം. നമ്മുടെ നിയമത്തിൽ ചതിക്കുള്ള ശിക്ഷ എന്താണെന്ന് അറിയും പോൾസിന്. മരണം. ആകാശം മേലാപ്പ് തുറന്ന് നീ പോലും അറിയാതെ ഒരിടുത്തിയായി അത് നിന്റെ മേൽ പതിക്കും പോൾസ. ഹേമലത ഇറങ്ങിയാൽ മരണം ഒപ്പം ഉണ്ടെന്ന. GST കൂടാതെ ആ കച്ചവടത്തിനുള്ള ലൈസൻസ് തന്നിട്ടുണ്ട് കാലൻ എനിക്ക്. മാപ്പാക്കണം മാഡം, ഈ ഒരു തവണത്തേക്ക്. ഇത്രയും നീളമുള്ള താടിയും മീശയൊക്കെ വെച്ചിട്ട് നീ വിറയ്ക്കുന്നത് ബോറാ പോൾസ. ഇനി അതിനുള്ള സാഹചര്യം ഉണ്ടാക്കരുത്. ഇല്ല മാഡം. വിത്തിൻ അവർ പണം സിൻഡിക്കേറ്റിൽ എത്തിയിരിക്കണം. നോട്ട് എ പെനി ലെസ്, നോട്ട് എ പെനി മോർ. എത്തിക്കാം മാഡം. പറയ്. ആ, ഞാനങ്ങോട്ട് പോകുന്ന വഴിയാ. ഓക്കെ, ഐ വിൽ കോൾ യു ബാക്ക്. അപ്പൊ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ പോൾസ? ഉണ്ട് മാഡം. ഉണ്ടാവണം, അല്ലെങ്കിലേ ഓർമ്മിക്കാൻ തലയുണ്ടാവില്ല. അയ്യോ, അമ്മാവനോ? അമ്മേ, നിനക്ക് ഓർമ്മയുണ്ടോടി ഞങ്ങളെയൊക്കെ? ചുമ്മാ ചങ്കിക്കൊള്ളുന്ന വർത്താനൊന്നും പറയല്ലേ അമ്മേ. ദിവസം ഒരു വഴിപാടായിട്ട് നീ അങ്ങോട്ട് വിളിക്കുന്നുണ്ടെന്നുള്ളത് ശരിയാ. പക്ഷേ ഒരു പേരിനെങ്കിലും വല്ലപ്പോഴും അങ്ങോട്ടൊന്ന് തല കാണിച്ചൂടെ? ഇത്ര നാളുകൂടി കാണുമ്പോ അമ്മയ്ക്ക് ഇതേ പറയാനുള്ളോ? അതൊക്കെ വിടമ്മേ. എന്താ ഈ സർപ്രൈസ് വിസിറ്റിന് പിന്നിൽ? ഞാൻ പറയാം. ഇവര് ഞാൻ വിളിച്ചിട്ട് വന്നതാ. അത് എന്താ എന്റെ വിശേഷം? അതൊക്കെ പറയാം. അവരെ വന്ന കാലം നിർത്താണ്ട് അകത്തേക്ക് കൊണ്ടുപോവാ. വീട്ടുജോലി ഒന്നും അറിയില്ലെന്ന് മനസ്സിലാവുമ്പോ ഭർത്താവും വീട്ടുകാരും എന്നെ വെറുക്കും. പിന്നെ അതിന്റെ പേരില് വഴക്ക്, അടി, ബഹളം, ഡിവോഴ്സ്. ഇതൊക്കെ നടന്നാ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? അതുകൊണ്ട് ഞാൻ പറയുന്നത് കുറച്ചു മാസങ്ങൾ കൊണ്ട് വീട്ടുജോലിയൊക്കെ പഠിച്ച ശേഷം സാവകാശം എന്റെ കല്യാണത്തെ പറ്റി ആലോചിക്കാമെന്നാ.
അപ്പോഴേക്കും ഞാൻ ഫുൾ സെറ്റ് ആവാൻ വേണ്ടി ഉത്സാഹിക്കാം. ഇവർക്കെന്താ ഇത് വട്ടായോ? ആന്റി, ഞാനെന്തെങ്കിലും കുഴപ്പം പറഞ്ഞോ? ഏയ്, എന്തു കുഴപ്പം? അഥവാ കുഴപ്പമുണ്ടായ അതിന് പരിഹാരം ഉണ്ടാക്കിയ പോരെ. ശാലിനി, സത്യാമേ, ഞാനിവിടെ ഉണ്ട്. ഇവൾക്ക് വീട്ടുജോലിയൊന്നും അറിയില്ലെന്നാ പറയുന്നത്. നീ വിചാരിച്ച 1 വർഷം കൊണ്ട് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ അതൊക്കെ? അതിപ്പോ ഒരു 3 വർഷമെങ്കിലും ഇല്ലാതിപ്പോ. ആ, കറക്റ്റാ. എന്നാ പിന്നെ അത് കഴിഞ്ഞു മതി കല്യാണം ഭാമാൻഡി. മനസ്സിന് ഇപ്പോഴാ എനിക്കൊരു സമാധാനം കിട്ടിയത്. എന്തോന്ന് സമാധാനം? ഇടിമാരം വണ്ടി. ഈ പാചകവും വീട്ടുജോലിയൊക്കെ മനസ്സിലാക്കി എടുക്കാനേ മാസങ്ങളൊന്നും വേണ്ട ആർക്കും. നന്നായി മനസ്സ് വെച്ച ഒറ്റ ദിവസം മതി. കാരണം അത് നമ്മൾ പെണ്ണുങ്ങളുടെ രക്തത്തിൽ തന്നെ അലിഞ്ഞിരിക്കുന്ന അറിവുകളാ. ഒന്നു മാത്രം, അടുക്കള ചെന്ന് അതൊക്കെ ചെയ്താ നമ്മൾ പഠിക്കുന്നത്. സത്യം പറഞ്ഞ നിന്നെ വീട്ടുജോലികളൊക്കെ പഠിപ്പിച്ചെടുക്കാൻ ഈ ശാലിനിയേക്കാൾ മിടുക്കുള്ളവരായി ആരും ഇല്ല ഇന്ന് ഈ വീട്ടിൽ. കുടുംബശ്രീയുടെ കൈപുണ്യം അറിയാലോ. ഈ നിമിഷം മുതൽ വീട്ടുകാര്യങ്ങൾ പഠിപ്പിക്കാൻ ശാലിനി നിന്റെ ഗുരുവായിരിക്കും. അനുസരണക്കേട് കാട്ടാൻ നീ ശ്രമിക്കാതിരുന്നാ മതി. കാണിച്ച അന്ന് തീരും നിന്റെ ഈ വീട്ടിലെ സഹവാസം. നിന്നെ ഇവിടുന്ന് പറഞ്ഞയക്കൂന്നർത്ഥം. എന്തു പറയുന്നു നീ? ഞാൻ അനുസരിച്ചോളാം. ശാലിനി പറയുന്നത് പോലെ എല്ലാം ചെയ്യാം. ഭാമാൻഡി കൊടുക്കുന്ന വാക്കല്ലേ? കറക്റ്റ്. ഇവൾ അനുസരിച്ചില്ലെങ്കിൽ ആ നിമിഷം നീ എന്നെ അറിയിച്ചാ മതി. അപ്പൊ ഞാൻ തീരുമാനിക്കും ഇവൾ ഇവിടെ വേണോ വേണ്ടയോന്ന്. എന്നെ കൊണ്ടുപോയി പഠിപ്പിച്ചു കൊടുക്കെല്ലാം തന്നെ. ആന്റി, ഇപ്പോഴോ? അതെ, ഈ നിമിഷം തന്നെ തുടങ്ങാം. നല്ല കാര്യങ്ങളെ വെച്ച് താമസിപ്പിക്കാൻ പാടില്ലെന്ന. സൊസൈറ്റിന്ന് പ്രസിഡന്റ് ആണല്ലോ. ഇവൾ അനുസരിച്ചില്ലെങ്കിൽ വേണ്ട ശിക്ഷയും കൊടുക്കാൻ നിനക്ക്. ഇത്ര നേരമായമേ അമ്പലത്തിലുള്ള ഈ നിൽപ്പ് തുടങ്ങിയിട്ട്. അവരത്ര വലിയ VIP ആണോ? കാത്തു നിന്ന് കാണാൻ മാത്രം. ഗോപികൃഷ്ണനും അമ്പാലികയും പലവട്ടം റിക്വസ്റ്റ് ചെയ്തു. ഗോപികൃഷ്ണന്റെ നേർപ്പെങ്ങളായി ഹേമലത. ഗോപിങ്ങളുടെ പെങ്ങളോ? അങ്ങനൊരു കഥാപാത്രത്തെ പറ്റി കേട്ടിട്ടില്ലല്ലോ ഇതുവരെ. ആ, എന്നാൽ അങ്ങനെ ഒരു കഥാപാത്രം ഉണ്ട്. ഗോപികൃഷ്ണനും അമ്പാലികയും അത് പുറത്ത് പറയാൻ താല്പര്യം കാട്ടുന്നില്ലെന്നേ ഉള്ളൂ. തെക്കുംകൂർ കോവിലകത്തിന് അത്ര സുഖമുള്ളൊരു ഓർമ്മയല്ല ഹേമലത. എത്ര നല്ല കുടുംബത്തിലും ഒരു പിഴയുണ്ടാവുമെന്ന് പറയാറില്ലേ? തെക്കുംകൂർ കോവിലകത്തുണ്ടായതും പിഴയല്ല, 6 പിഴ. കോവിലകത്തെ കുട്ടികളൊക്കെ പൂജാപുഷ്പങ്ങളെ നെയ്തിച്ചോറുമായി കളിച്ചു നടന്നപ്പോ ഹേമലത കളിച്ചു വളർന്നത് തോക്കും ബോംബുമായിട്ടാ. ഗോപികൃഷ്ണന്റെ അമ്മ സുഭദ്രകുഞ്ഞമ്മയുടെ ഭർത്താവ് ഒരു മറാത്തക്കാരനായിരുന്നു. സുഭദ്രകുഞ്ഞമ്മയുമായി അയാള് തെറ്റിയപ്പോ ഇളയ സന്തതിയായ ഹേമലതയെ കൂടെ കൊണ്ടുപോയി. ജന്മനാ രക്തത്തില് അല്പം തരികിടയുള്ള ഹേമലതയ്ക്ക് മുംബൈയിലെ ഗലികളിലെ വെടിയൊച്ചയും ചോരമണവും ഒക്കെ ഒരു ഹരമായിരുന്നു. കേട്ടിട്ട് കൊള്ളാലോ. ഒരു ബോളിവുഡ് മാസ് പടത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് മാത്രമല്ല, ആളും ഇടിവിട്ട് തന്നെയാ. വന്നിറങ്ങിയാൽ എന്തെങ്കിലുമൊക്കെ നടക്കും. അമ്മ നേരിട്ട് കണ്ടിട്ടുണ്ടോ കക്ഷിയെ? ഞാനെന്നല്ല, കണ്ടിട്ടുള്ളവർ ചുരുക്കമാ.
ഗോപികൃഷ്ണനുമായി അകന്നാണ് വളർന്നതെങ്കിലും ഏട്ടനെന്ന് വെച്ച ജീവനാണ് ഹേമലതയ്ക്ക്. ഗോപിക്കൊരു പ്രശ്നമെന്ന് കേട്ടാ ആളിവിടെ പറന്നെത്തും. അപ്പോ സമയം പാഴായില്ല, കാത്തു നിൽക്കുന്നതിന് ഗുണമുണ്ടല്ലേ? അല്ല, ഇവിടെ ഇപ്പൊ എന്താ പ്രശ്നം? അതാ എന്റെ ടെൻഷൻ. അവരെന്തിനാ നമ്മളെ കാണണമെന്ന് പറയുന്നത്? വസുമതി കുഞ്ഞമ്മ? അതെ. ആ, ഞാൻ ഹേമലത. വേഗം പൊയ്ക്കോ, അമ്മയുണ്ട്. തന്റെ അമ്മയൊന്ന് പരിചയപ്പെട്ടെ? അല്ല, അത് ഹലോ, ഞാൻ നവീൻ. പേടിക്കണ്ട, ശ്യാമയുടെ കോളേജിൽ കൂടെ പഠിക്കുന്ന ആളാ. കോളേജിന്റെ അടുത്ത് ഹോസ്റ്റലിലാ താമസം. വൈകിട്ട് ഫ്രണ്ട്സിനൊപ്പം കറങ്ങി നടന്നപ്പോ ഇയാള് ബസ് സ്റ്റോപ്പിൽ പരിങ്ങി നിൽക്കുന്നത് കണ്ടു. വൈകിട്ട് സ്പെഷ്യൽ ക്ലാസ് കഴിഞ്ഞപ്പോ ബസ്സുകാരുടെ മിന്നൽ പണിമുടക്കായിരുന്നു. ആ സ്ഥലം അത്ര പന്തിയല്ല, അതുകൊണ്ട് വീട്ടിൽ കൊണ്ടുവന്നാക്കാന്ന് വിചാരിച്ചു. ശ്യാമയുടെ പേരിൽ വേറെയും കുറെ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടല്ലോ, അതുകൊണ്ട് എൻ്റെ ഫ്രണ്ട്സ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. എന്നാ ഞാൻ പൊയ്ക്കോട്ടെ? ശരി.